ജീവിതത്തിൻ്റെ പകുതിയിൽ, അതായത് 45 വയസ്സിൽ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോവുക, അപ്രതീക്ഷിതമായി മരണത്തിന് കീഴടങ്ങുക. അത് ഒരു വലിയ ദുരന്തമാണ്. അതാണ് മലയാളത്തിലെ ഒരു കാലത്തെ ആക്ഷൻ ഹീറോയായിരുന്ന, റൊമാൻറ്റിക് നായകനായിരുന്ന വിൻസെൻറ്റിൻ്റെ ദുരന്തം. വിൻസെൻ്റ് ജനിച്ചത് കൊച്ചിയിൽ. കൊച്ചിയിലെ ഒരു മ്യൂസിക് ട്രൂപ്പിൽ അദ്ദേഹം അംഗമായിരുന്നു. പിന്നീട് സ്വകാര്യ കമ്പനിയിൽ ജോലി നേടി മദ്രാസിലെത്തി. മദ്രാസിലെത്തിയ വിൻസെൻറ്റിനെ സഹായിച്ചത് ജയഭാരതി. ജയഭാരതിയും വിൻസെൻറ്റും നല്ല ജോഡികളായി കുറേ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ജയഭാരതി വിൻസെൻറ്റിനെ നന്നായി പ്രൊമോട്ട് ചെയ്തു. ജയഭാരതിയും വിൻസെൻറ്റും തമ്മിലുള്ള പ്രണയമൊക്കെ അന്നത്തെ മാധ്യമങ്ങൾ, അന്നത്തെ ചലച്ചിത്ര വാരികകൾ ആഘോഷിച്ചു. ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. പക്ഷേ ജയഭാരതി വിൻസെൻറ്റിനെ ഒരുപാട് ഉയരത്തിൽ പ്രതിഷ്ഠിക്കുന്നതിന് സഹായിച്ച നടിയാണ്. റസ്റ്റ് ഹൗസിൽ ചെറിയ വേഷം ചെയ്ത് തുടക്കം കുറിച്ച വിൻസെൻ്റ് പിന്നീട് അങ്ങോട്ട് കത്തിക്കേറുന്ന കാഴ്ചയാണ് കണ്ടത്. മധുവിധു, അച്ചാണി, പത്മവ്യൂഹം, പെൺപട, പെൺപുലി തുടങ്ങിയ ചിത്രങ്ങൾ, ചന്ദനച്ചോല, കനൽക്കട്ടകൾ തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹം ഡ്യൂപ്പില്ലാതെയാണ് ആക്ഷൻ രംഗങ്ങളിൽ അഭിനയിച്ചത്. അതിസാഹസികമായ ആക്ഷൻ രംഗങ്ങൾ ഡ്യൂപ്പില്ലാതെ ചെയ്യാൻ വിൻസെൻ്റ് എപ്പോഴും തയ്യാറായിരുന്നു. ജയന് മുമ്പ് ഡ്യൂപ്പില്ലാതെ സംഘട്ടന രംഗങ്ങളിൽ അഭിനയിച്ചത് മലയാളത്തിൻ്റെ ഈ ജെയിംസ് ബോണ്ട് ആയിരുന്നു, വിൻസെൻ്റ് എന്ന ജെയിംസ് ബോണ്ട്. വിൻസെൻറ്റിൻ്റെ കോളിൻ ഓഫ് ചിരി പ്രശസ്തമാണ്. പെണ്ണുങ്ങളുടെ, അക്കാലത്തെ യുവതികളുടെ ഹൃദയം കവർന്നെടുക്കുന്ന ചിരി. അഴകുള്ള സെലീന എന്ന വിൻസെൻറ്റിൻ്റെ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അഴകുള്ള സെലീനയിൽ പ്രേം നസീർ വില്ലനാണ്, വിൻസെൻ്റാണ് നായകൻ. പ്രേം നസീർ താര പദവിയിൽ ഉയർന്നു നിൽക്കെ വിൻസെൻറ്റിൻ്റെ വില്ലനാകാൻ തയ്യാറായത് ജയഭാരതിയുടെ ശുപാർശ മൂലമാണ് എന്നൊരു വാർത്ത പരന്നിരുന്നു. അതിലൊക്കെ ഉപരിയായി വിൻസെൻറ്റും ഇന്ത്യയിലെ സൂപ്പർ നടിയായ ശ്രീദേവിയും തമ്മിലുള്ള പ്രണയവും ശ്രദ്ധേയമാണ്. ശ്രീദേവിക്ക് വിൻസെൻറ്റിനോട് ഭയങ്കര പ്രണയമായിരുന്നു. ശ്രീദേവി പല അക്കാലത്തെ സിനിമാ രംഗത്തെ പ്രധാനപ്പെട്ട പത്രപ്രവർത്തകരായ മധു വൈപ്പനയോടും ഒക്കെ ഈ പ്രണയം തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പ്രണയം തകർന്നു പോയി. വിൻസെൻ്റ് അങ്ങനെ ഒരു വ്യക്തിയുമായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് പ്രണയം അതൊന്നും ആയിരുന്നില്ല പ്രശ്നം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അഭിനയമായിരുന്നു. 80കളോടുകൂടി വിൻസെൻ്റ് നായക പദവിയിൽ നിന്ന് സഹനടനായും ഒക്കെ മാറി. ജയൻ്റെ തരംഗം വന്നപ്പോൾ എല്ലാവരും ജയന് പിറകെയായി. മലയാളത്തിലെ ഈ ആക്ഷൻ ബോണ്ടിനെ എല്ലാവരും വിസ്മരിച്ചു. പിന്നീട് IV ശശി ചിത്രങ്ങളിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു അദ്ദേഹം. സിനിമയിൽ അവസരം കുറഞ്ഞപ്പോൾ അദ്ദേഹം മദ്രാസിലെ ഹോട്ടലുകളിൽ പാടി ഉപജീവനം നേടി. ഒരു മനുഷ്യൻ്റെ ദുരന്തം നോക്കണേ. ഒരു കാലത്ത് സൂപ്പർ താരം, പിന്നീട് ഹോട്ടലുകളിൽ പാടി ഉപജീവനം നടത്തേണ്ട ദയനീയമായ സാഹചര്യം. അതൊക്കെ വിൻസെൻറ്റിന് അനുഭവിക്കേണ്ടി വന്നു. വിൻസെൻ്റ് ആരോഗ്യത്തിൽ ശ്രദ്ധിച്ചിരുന്ന വ്യക്തിയായിരുന്നു. കൃത്യമായി വ്യായാമം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ മരണം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. മരണം പലപ്പോഴും രംഗബോധമില്ലാത്ത കോമാളിയാണ്. നമ്മളൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എണീൽക്കുമോ എന്ന് പോലും അറിയില്ല. അങ്ങനെ രംഗബോധമില്ലാത്ത മരണമെന്ന കോമാളി കൂട്ടിക്കൊണ്ടുപോയ വിൻസെൻ്റ് മലയാള സിനിമയെ മാത്രമല്ല, അഭിനയത്തെ ജീവന് തുല്യം ശ്വാസമായി കരുതിയിരുന്ന നടനായിരുന്നു.